ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഫോർത്ത് സെമ്മിൽ BA BSc സൈക്കോളജി സ്റ്റുഡൻസിന് നമുക്ക് ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. അത് നമ്മളെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നതാണ്. എങ്കിൽ കൂടി നമുക്കൊരു ചാപ്റ്റർ എടുക്കാനുണ്ട്. ആകാശ് ദ്വീപ്, ജയശങ്കർ പ്രസാദിൻ്റെ കഹാനിയാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമ്മൾ ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര രസകരമായ കാര്യമല്ല. അതുകൊണ്ട് സാറ് അതിൻ്റെ ഷോർട്ട് ഒരു സമ്മറി പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കഹാനിയിലേക്ക് കടക്കാം. കഹാനീൻ്റെ പേര് നമുക്കറിയാം, ആകാശ് ദ്വീപ്. എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദ്. ജയശങ്കർ പ്രസാദിനെ പറ്റി നമുക്കറിയാം, ഛായാവാദ് യുഗത്തിലെ ഒരു പ്രധാന ലേഖകനും കവിയൊക്കെയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് രചനകളുടെ വിവരങ്ങൾ ഞാൻ തരാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാവ്യങ്ങൾ ആസു, ലഹർ, കാമായിനി, ജർണ തുടങ്ങിയവയാണ്. അതുപോലെ അദ്ദേഹം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, എഗുണ്ട് തുടങ്ങിയവ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഹാനി സങ്കലങ്ങളുടെ പേരാണ് ആകാശ് ദ്വീപ്, ആന്തി, ഇന്ദ്രജാൽ, ഛായ തുടങ്ങിയവ. അതുപോലെ ഉപന്യാസ്, കങ്കാൽ, തിത്തലി, ഇരാവത്തി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്, നോവലാണ്. ആകാശ് ദ്വീപ് എന്ന് പറയുന്ന ഈ കഹാനി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആകാശ് ദ്വീപ് എന്ന് പറയുന്ന കഹാനി സംഗ്രഹത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഈ സ്ക്രീനിലൂടെയാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ബുദ്ധഗുപ്ത്, അതുപോലെ ചമ്പ, അതുപോലെ വണിക് മണിഭദ്ര, അതുപോലെ ജയ, നായക് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പക്ഷേ പലരും ഗൗണാണ്, വെളിയിലിട്ട് വരാത്തവരാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധഗുപ്തും ചമ്പയുമാണ്. बुद्धगुप्त ताम्रलिप्ति का एक क्षत्रिय महानाविक, परिस्थितिवश जलदस्यु कहानी का नायक. അദ്ദേഹം താമ്രലിപ്തി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്ഷത്രിയനായ യുവാവാണ്, നാവികനും കൂടിയാണ്. ചില സിറ്റുവേഷൻ കാരണം, പരിസ്ഥിതി വശം മീൻസ് ചില സിറ്റുവേഷൻസ് കാരണം അദ്ദേഹം ജലദസ്യു എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാരൻ എന്ന പേരിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിപ്പോയതാണ്. അതുപോലെ ഈ കഹാനിയിലെ നായകനും കൂടിയാണ്. പിന്നെ താമ്രലിപ്തി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചമ്പ एक क्षत्रिय बालिका कहानी की नायिका है. ഒരു ക്ഷത്രിയ ബാലികയാണ്, ഈ കഹാനിയിലെ നായികയാണ്. അതുപോലെ നായക് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ജിസസെ ബുദ്ധഗുപ്ത് ക യുദ്ധ ഹോത്ത ഹെ. ഈ നായകനുമായിട്ട് ഇതിനകത്തൊരു യുദ്ധം ബുദ്ധഗുപ്ത് നടത്തുന്നുണ്ട്. അതുപോലെ ജയ എന്ന് പറയുന്നത് ഒരു സേവികയാണ് നമ്മുടെ ചമ്പേൻ്റെ. പിന്നെ മണിഭദ്ര പോത്ത അധ്യക്ഷനാണ്. അതായത് ഒരു കപ്പൽ, പോത്ത് മീൻസ് കപ്പലാണ്, ഷിപ്പാണ്, അതിൻ്റെ അധ്യക്ഷനാണ്, അതിൻ്റെ എന്താ പറയുക, അധികാരി അല്ലെങ്കിൽ നാവികനാണ്. പിന്നെ ഈ രണ്ട് സെക്ഷനായിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ രണ്ട് പ്ലേസിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് സമുദ്രത്തിലും രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ചമ്പാദ്വീപുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് കഹാനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കഥാപാത്രങ്ങളെയും മറ്റു കാര്യങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് കഹാനിയിലേക്ക് പോകാം. चंबा एक क्षत्रिय बालिका थी. भारतवर्ष में जाह्नवी के तट पर चंबा नगरी में उसका घर था. उसका पिता वणिक मणिभद्र के यहाँ नाव पर प्रहरी था. ചമ്പ എന്ന് പറയുന്ന ബാലിക ഒരു ക്ഷത്രിയ ബാലികയായിരുന്നു. ഭാരതവർഷമേ ജാഹ്വി കെ തട് പർ ചമ്പാ നഗരി മേ ഉസ്ക ഘർ ഥാ. ചമ്പാ നഗരി എന്ന് പറയുന്ന
ജാഹ്വി നദീ തീരത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. ഉസ്ക പിതാവ് മണിഭദ്രയ്ക്ക് യഹാ നാവ് പർ പ്രഹരി ത. അവരുടെ പിതാവ് വണിക് മണിഭദ്ര എന്ന് പറയുന്ന ആളുടെ കപ്പലിലെ ഒരു പ്രഹരി എന്ന് പറഞ്ഞാൽ കാവൽക്കാരനായിരുന്നു. മണിഭദ്ര ഭാരത് സെ ബാഹർ ജാവ സുമത്ര ആദി ദ്വീപോं से വ്യാപാർ करता था. ഈ മണിഭദ്ര എന്ന് പറയുന്ന ആൾ ഭാരതത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് ജാവ സുമാത്ര തുടങ്ങിയ ദ്വീപുകളിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്കറിയാം പണ്ടൊക്കെ കപ്പലിലൊക്കെയാണ് വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്നത്. വലിയ വലിയ കപ്പലൊക്കെ ആൾക്കാർ സഞ്ചാരത്തിന് വേണ്ടിയിട്ടും വ്യാപാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ അന്നൊക്കെ കടൽ കൊള്ളയും നടന്നിരുന്നു. നമുക്കത് അറിയാം, പണ്ട് കാലത്ത് കഥകളിലൊക്കെ നമുക്ക് കേൾക്കാറും കാണാറൊക്കെ ഉണ്ട്. ചമ്പാക്കെ മാതാപിതാ ബി സാത്ത് ജാത്തെ थे. അപ്പോൾ ഈ സമയത്ത് മണിഭദ്രൻ്റെ ഒരു കപ്പലിലെ കാവൽക്കാരനായ ചമ്പയുടെ പിതാവ് അതുപോലെ തന്നെ മാതാവിൻ്റെയും കൂടെ ചമ്പ അവരുടെ കൂടെ പോകുമായിരുന്നു. माता की मृत्यु के उपरांत चंपा 8 वर्ष से पिता की नाव पर ही रहने लगी थी. മാതാവിൻ്റെ മരണത്തിന് ശേഷം 8 വർഷത്തോളം അച്ഛൻ്റെ കൂടെയാണ് ഷിപ്പിൽ അവൾ ജീവിച്ചത്. एक बार बुद्धगुप्त ने अपने दस्यु दल सहित नाव लूटने के लिए आक्रमण किया. ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് एक बार बुद्धगुप्त ने अपने दस्यु दल सहित नाव लूटने के लिए आक्रमण किया. കടൽ കൊള്ളക്കാരെ കൂടെ ബുദ്ധഗുപ്ത് ഈ ഷിപ്പ് കൊള്ളയടിക്കാൻ, ലൂട്ടന മീൻസ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആക്രമിച്ചു. चंबा के पिता ने अपने प्राणों पर खेलकर अपने मालिक की रक्षा की, किंतु वह स्वयं संघर्ष में मारा गया. ആ സംഘർഷത്തിൽ, ആ ആക്രമണത്തിൽ ചമ്പയുടെ അച്ഛൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. തൻ്റെ മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം അവരുമായി ഏറ്റുമുട്ടി മരിച്ചു. മണിഭദ്രനെ ബുദ്ധഗുപ്ത് കോ ബന്ദി ബനാ ലിയ. അപ്പോൾ ആ സമയത്ത് മണിഭദ്ര ഈ കടൽ കൊള്ളക്കാരെ കൂടെ വന്ന ബുദ്ധഗുപ്തനെ ബന്ദിയാക്കി. പിതാക്കെ മരണക്കെ ബാദ് ചമ്പ അക്കേലി രഹ ഗയി. പിതാവിൻ്റെ മരണത്തിന് ശേഷം ചമ്പ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി. നിരാശ്രിത ചമ്പ കോ മണിഭദ്ര अपनी काम वासना का शिकार बनाना चाहता था. നമ്മുടെ മണിഭദ്ര അത്ര നല്ല പുള്ളിക്കാരനൊന്നും അല്ല. അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചമ്പയെ മോശമായ രീതിയിൽ നോക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ചമ്പക്കോ മണിഭദ്ര अपनी काम वासना का शिकार बनाना चाहता था. തൻ്റെ ഒരു അടിമയാക്കാൻ മണിഭദ്ര ശ്രമിച്ചു നമ്മുടെ ചമ്പയെ. ചമ്പാനെ ഇസ്കാ വിരോധ് കിയ. ചമ്പ അത് എതിർത്തു. ഫലസ്വരൂപ് ചമ്പക്കോ മണിഭദ്രനെ ബന്ദി ബനാലിയ. അങ്ങനെയാണ് ചമ്പയെയും മണിഭദ്ര ബന്ദിയാക്കി. അങ്ങനെ 2 പേരാണ് ആ ഷിപ്പിൽ ബന്ദിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവർ വ്യാപാരത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബുദ്ധഗുപ്ത് വന്നിട്ട് അവിടെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും. ബുദ്ധഗുപ്തന് ആക്രമണത്തിൽ നമ്മുടെ ചമ്പയുടെ പിതാവ് മരണപ്പെടുകയും ബുദ്ധഗുപ്തനെ ബന്ദിയാക്കുകയും കൂടാതെ ചമ്പയെയും ബന്ദിയാക്കുകയും ചെയ്തു. അടുത്ത ഭാഗം ഇങ്ങനെയാണ്. ബുദ്ധഗുപ്ത് ഭാരത് കാ രഹനെ വാല ക്ഷത്രിയ ത. ഇതിനകത്തെ നായകനാണ് ബുദ്ധഗുപ്ത്. ബുദ്ധഗുപ്ത് ഭാരതത്തിലെ ഒരു ക്ഷത്രിയ യുവാവാണ്. താമ്രലിപ്തി കാ നിവാസി. താമ്രലിപ്തി എന്ന് പറയുന്ന പ്ലേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബംഗാളിലുള്ള അവിടുത്തെ ഒരു നിവാസിയായിരുന്നു. ബഹുത് ദിനോ സെ ഹത്യ ലൂട്ട് മാർ കർക്കെ ജീവൻ വ്യതീത് കർത്താ ത. ഒരുപാട് ദിവസങ്ങളായിട്ട് കൊള്ളയടിയും കൊലപാതകമൊക്കെ ചെയ്തിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരാളായിരുന്നു. മണിഭദ്ര ഏക് വിശാൽ
जालपोत में उसे किसी अपरिचित द्वीप में छोड़ने जा रहा था. മണിഭദ്ര ഇവർ രണ്ടുപേരെയും തൻ്റെ കപ്പലിൽ രണ്ടുപേരെയും ബന്ദികളാക്കിയിട്ട് ഏതെങ്കിലും അപരിചിത ദ്വീപ്, ഒറ്റപ്പെട്ട ദ്വീപിൽ വിടാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത് ക സമയത്ത്, സമയം വളരെ രാത്രി സമയമായിരുന്നു. ലഹറോ മേ ജഹാജ് ഉത്തർത്താ ജാ രഹാ താ, തിരമാലകൾ അടിക്കുന്നുണ്ട്, കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധഗുപ്തനെ ചമ്പാസെ മുത്ത് ഹോനെ കെ ലിയെ കഹാ. ഇതിനിടയിൽ ചമ്പയും ബുദ്ധഗുപ്തും തമ്മിൽ പരസ്പരം കാണുകയും ബുദ്ധഗുപ്ത് ചമ്പയോട് ഇതിൽ നിന്ന് മോക്ഷം എങ്ങനെ നേടുമെന്നും എങ്ങനെ എന്നെ ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. ബന്ദിയാക്കിയതാണല്ലോ, അപ്പോൾ അവരെ കൈകളൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചമ്പയോട് പറയാണ്, ഒന്ന് അയക്കാൻ എന്താ മാർഗം, അത് ഒന്ന് അയച്ചു തരുമോ എന്നൊക്കെ പറയാണ്. ചമ്പ അപ്പനി സ്വീകൃതി ദേത്തി ഹെ, दोनों एक दूसरे का बंधन काट कर मुक्त हो जाते. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടുകൾ അയച്ച് എങ്ങനെ രക്ഷപ്പെടുന്നു. ചമ്പ മഹാനാവികി കഠാർ ചുപ്ചാപ്പ് ലുടക്കാക്കർ ഖീഞ്ച് ലെത്തി ഹെ. ഇതിനിടയിൽ ഏതൊരു നാവികൻ്റെ ഒരു കത്തി, ഒരു കഠാര മോഷ്ടിച്ചിട്ട് ചമ്പ കയ്യിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. रात्रि के अंधकार में दोनों हर्षातिरेक से एक दूसरे का आलिंगन किया. ഈ ബന്ദിയാക്കിയ അവസ്ഥയിൽ നിന്ന് മോചിതരായപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുകയും सवेरा होने पर महानाविक ने उनको पुनः बंदी बनाने का प्रयत्न किया. ബുദ്ധഗുപ്ത ഒരു മഹാനാവികമേ ദ്വന്ദ്വ യുദ്ധ ഹുവ. അപ്പോൾ ഇത് രാത്രിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇവർ മോചിതരായത് കാണുകയും അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നാവികനുമായിട്ട്, അതിലെ നായകനുമായിട്ട് യുദ്ധം ഉണ്ടാവുകയും മണിഭദ്ര പെഹ്ലെ ഹി മാരാ ജാ ചുക്ക. അപ്പോൾ ആ യുദ്ധത്തിൽ മണിഭദ്ര മരണപ്പെടുകയും ചെയ്യുന്നു. महानाविक ने वरुण की शब्द लेकर क्षमा याचना कर ली. पोत पर ബുദ്ധഗുപ്ത का अधिकार हो गया. അപ്പോൾ അവിടെ മണിഭദ്ര മരണപ്പെടുകയും ആ യുദ്ധത്തിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവികനായ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ബുദ്ധഗുപ്തനോട് ക്ഷമ ചോദിക്കുകയും ബുദ്ധഗുപ്ത അദ്ദേഹത്തിനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബുദ്ധഗുപ്ത ആ കപ്പലിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. ചമ്പ और ബുദ്ധഗുപ്ത उस पोत को लेकर एक नए द्वीप पर पहुंचे. അങ്ങനെ അവർ രണ്ടുപേരും ആ കപ്പലിൽ സഞ്ചരിച്ച് ഒരു പുതിയ ദ്വീപിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. ജിസ്കാ നാം ബുദ്ധഗുപ്തനെ ചമ്പ കെ നാം പർ ചമ്പാ ദ്വീപ് രക്ക. ആ ദ്വീപിന് ഒരു പേരും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അറിയപ്പെടാത്തൊരു ദ്വീപായിരുന്നു. അപ്പോൾ ബുദ്ധഗുപ്ത് ആ ദ്വീപിന് ഒരു പേര് കൊടുത്തു, ചമ്പാ ദ്വീപ്. ബുദ്ധഗുപ്ത് വ്യാപാർ ദ്വാര സമൃദ്ധി പ്രാപ്ത് കർണേ ലഗ. അങ്ങനെ തൻ്റെ വ്യാപാരം വളരെ വികസിപ്പിക്കുകയും അതിൽ സമൃദ്ധി നേടുകയും ചെയ്തു. ഉസ്നെ ദ്വീപ് കെ ആദിവാസിയോ पर अपना अधिकार भी जमा लिया. ആ ദ്വീപിൽ വസിക്കുന്ന ആദിവാസി ജനസമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അധികാരം ഏറ്റെടുക്കുകയും അവരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. किंतु चंबा के हृदय में पितृघातक बुद्धगुप्त के പ്രതിഷോധ की ഭാവന ജാഗ്രത ഹെ. എന്തൊക്കെയാണെങ്കിലും നമ്മളെ മണിഭദ്ര എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ബുദ്ധഗുപ്താണെങ്കിലും തൻ്റെ ചമ്പയുടെ മനസ്സിൽ നമ്മുടെ ബുദ്ധഗുപ്തിനെതിരെ ഒരു എന്താ പറയുക, ദേഷ്യം അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്നു. അത് എന്താ കാരണം എന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാരെ കൂടെ വന്നിട്ട് തൻ്റെ അച്ഛനെ കൊന്നത് ബുദ്ധഗുപ്താണ് എന്നൊരു തെറ്റിദ്ധാരണ. ശരിക്കും ബുദ്ധഗുപ്തല്ല വധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ആരുടെ മനസ്സിലുണ്ട്? ചമ്പയുടെ മനസ്സിലുണ്ട്. അപ്പം ആ ദേഷ്യം കാരണം ബുദ്ധഗുപ്തനോട് അത്ര ഒരു ഇഷ്ടക്കേട് കാണിക്കുകയാണ് ആര്? ചമ്പ. പക്ഷെ രണ്ടുപേരും തമ്മിൽ പ്രേമം ഉടലെടുത്തിരുന്നു. രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷേ
ബുദ്ധഗുപ്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ ഈ കഹാനിയുടെ അവസാനം ഭാഗത്തേക്ക് പറയുമെന്ന് നമുക്ക് വിചാരിക്കാം. വഹ് അപ്നെ പാസ് കഠാർ ചിപ്പായെ രക്തി ഹെ, എപ്പോഴും തൻ്റെ കയ്യിലൊരു കഠാര എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു ആ ഒരു ചമ്പ. കഭി കഭി ബുദ്ധഗുപ്ത് കെ പ്രതി ഉസ്കെ ഹൃദയ് മേ പ്രണയ് ബി ഉമ്മർത്ത രഹത്ത ഹെ, ഇടയ്ക്കിടയ്ക്ക് ബുദ്ധഗുപ്തിനോട് ഒരു പ്രണയം സ്നേഹമൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. गुप्त ने चंबा के लिए एक शानदार महान बनवाया. चंबा के वहाँ वह റാണി कहता है. അങ്ങനെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ദ്വീപിലെ റാണിയായിട്ട് പറയുകയും ആ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നു ബുദ്ധഗുപ്ത്. കാരണം ബുദ്ധഗുപ്ത് അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായിരിക്കാം അങ്ങനെ റാണിയായിട്ട് അവരെ കാണുന്നത്. किंतु चंबा ने अभी तक उसके विवाह का प्रस्ताव स्वीकार नहीं किया. അപ്പോൾ ഇതിനിടയിൽ അവർ ബുദ്ധഗുപ്ത് ചമ്പയെ കല്യാണം കഴിക്കണം എന്ന്, വിവാഹം ചെയ്യണം എന്ന് പ്രസ്താവന നടത്തുകയുണ്ടായി. പക്ഷേ ചമ്പ അത് സ്വീകരിച്ചില്ല. കാരണം മനസ്സിൽ തൻ്റെ അച്ഛനെ കൊന്നവനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ചമ്പയ്ക്കുള്ളിലുണ്ട്. वो अपने महल में बैठकर अभ्रक ही मंजूषा में आकाश दीप जलाती रहती है. നമ്മുടെ ബുദ്ധഗുപ്ത് നിർമ്മിച്ചു നൽകിയ മഹൽ, ഒരു കൊട്ടാരം, ചെറിയൊരു കൊട്ടാരം നിർമ്മിച്ചു നൽകുകയുണ്ടായി നമ്മുടെ ചമ്പയ്ക്ക് വേണ്ടി. അവിടുത്തെ റാണിയായിട്ട് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ ദീപമൊക്കെ ആകാശ് ദീപ് കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആര്, ചമ്പ കത്തിക്കുമായിരുന്നു. ബുദ്ധഗുപ്ത് को उसने बताया कि वह अपने मृद पिता को आकाश दीप दिखाती है जिससे उसकी പദഭ്രഷ്ട് ആത്മാക്കോ മാർഗ് മിലേ. അതായത് താൻ ഈ ദീപം, ആ കൊട്ടാരത്തിൽ ഈ ദീപം ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ദീപം ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദീപം കത്തിക്കുന്നത് എന്തിനാച്ചാൽ തൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, തൻ്റെ അച്ഛൻ്റെ മോക്ഷം അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. उसने कहा कि माँ भी इसी प्रकार दीप जलाकर अपने पति की प्रतीक्षा किया करती थी. തൻ്റെ അമ്മയും ഇതേപോലെ ഇങ്ങനെ ദീപം കത്തിച്ചുകൊണ്ട് അപ്പനെ പതിക്ക് പ്രതീക്ഷ, തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നു. ബുദ്ധഗുപ്ത് ने चंबा की इच्छा समझकर चंबा द्वीप में एक विशाल प्रकाश स्तंभ बनवाया. അങ്ങനെ നമ്മുടെ ഈ ചമ്പയുടെ ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഈ ഒരു ശീലം കണ്ടിട്ട് ബുദ്ധഗുപ്ത് അവിടെ ആ ദ്വീപിലൊരു വിശാലമായ ഒരു വിളക്ക്, ഒരു സ്തംഭം, വിളക്ക് കത്തിച്ച് വയ്ക്കാനുള്ള സ്തംഭം ഉണ്ടാക്കി. ഉസ്കെ പ്രകാശ് മേ ഖമരെ മേ ബൈഠ്കർ ദോനോ പ്രേമലാപ് കർത്തെ. ആ ഒരു പ്രകാശത്തിൽ, ആ വിളക്ക് കത്തിച്ച് നിൽക്കുമ്പോഴുള്ള ആ ഇരുട്ടിലാണല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുക. അപ്പോൾ ആ പ്രകാശത്തിൽ ഇവർ ഇരുന്നിട്ട്, ആ റൂമിലിരുന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമസല്ലാപമൊക്കെ നടത്താറുണ്ട്. एक दिन चंबा अपनी सगी जया के साथ विहार कर रही थी. ഒരു ദിവസം ചമ്പയും തൻ്റെ കൂട്ടുകാരിയായ ജയയുടെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു പുറമെ. ബുദ്ധഗുപ്ത് അപ്നി നാവ് ലേക്കർ പहुंच गया. ആ സമയത്ത് ബുദ്ധഗുപ്ത് തൻ്റെ ഷിപ്പുമായിട്ട്, കപ്പലുമായിട്ട് വരികയും ചമ്പ ഉൻകി നാവ് മേ ആ ഗയി. ചമ്പ അതിലേക്ക് കയറുകയും ദോനോ ജൽ വിഹാർ കർത്തെ ബഹുത് ദൂർ തക് നിക്കൽ ഗയെ. അങ്ങനെ അതിൽ സഞ്ചരിക്കാൻ തുടങ്ങി രണ്ടുപേരും. കുറേ ദൂരത്തെത്തിക്കഴിഞ്ഞു. चंबा के हृदय में प्रतिशोध की भावना समाप्त हो गई. उसने चिपी कटार फेंक कर कहा. അപ്പോൾ ആ സമയത്ത് അത്രയും ദിവസം, ഒരുപാട് കാലങ്ങളായിട്ട് അവർ മനസ്സിൽ ഇത് പ്രേമം ഉണ്ടെങ്കിലും, നമ്മുടെ ബുദ്ധഗുപ്തിനെതിരെ പ്രേമം ഉണ്ടെങ്കിലും അച്ഛനെ കൊന്ന ആളാന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളത് കാരണം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, പുറത്ത് പറയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാലം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കഠാര എടുത്ത് അവർ കടലിലേക്ക് എറിയുകയും എന്നിട്ട് പറഞ്ഞു, കഹാക്കി അബ് മേ തുംസെ പ്രേം കർത്തി ഹും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചമ്പ ദ്വീപ് സ്തംഭ് ആകാശ് ദ്വീപ് നിയമിत रूप से जलने लगी. बुद्धगुप्त से प्रेम करते हुए भी वह उसके विवाह बंधन में नहीं बांध पाती. बुद्धगुप्त ने अनुभव किया कि वह चंबा द्वीप में चंबा से विवाह किए बिना नहीं रह सकेगा. അങ്ങനെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ചമ്പയ്ക്ക് അവരെ വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ
ആ വിവാഹ ബന്ധനത്തിൽ ഏർപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ബുദ്ധഗുപ്തനും അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അഥ വ ഭാരത് ചലനയ്ക്ക് ഇച്ഛ പ്രകട കർത്ത നമുക്ക് ഭാരതത്തിലേക്ക് പോകാമെന്ന് ബുദ്ധഗുപ്ത് ചമ്പയോട് പറയുകയും കിന്തു ചമ്പ ഉസ് സ്ഥാൻ കോ ഛോഡ്കർ ജാനെ കി അനിച്ഛ വ്യക്തി കർത്തി ഹെ. ബുദ്ധഗുപ്തനെ വിവാഹം കഴിക്കുകയും ഭാരതത്തിലേക്ക് പോവുകയും പറയുന്ന ആ ഒരു കാര്യത്തോട് ചമ്പ യോജിച്ചില്ല, അതിനെ എതിർത്തു. ബുദ്ധഗുപ്ത് ഭാരത് ലൗട്ട് രഹാ ഹെ, ബുദ്ധഗുപ്ത് ഭാരതത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചമ്പ ആങ്കോ മേ ആംസു ഭരെ ഹുए ആകാശ് ദീപ് ജലാത്തി ഹുई ये सब देखती है. വേറൊരു വഴിയുമില്ലാതെ ഒരു നിസ്സഹായനായിട്ട് മനസ്സിൽ വേദന നിറച്ചുകൊണ്ട് ബുദ്ധഗുപ്ത് ഭാരതത്തിലേക്ക് തിരിച്ചു പോവുകയും ഇത് കണ്ടു നിന്ന ചമ്പ തൻ്റെ കണ്ണിൽ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ദീപം കത്തിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഉസ്കി ജീവൻ സാധനാമേ വ്യതിത് ഹോനെ ലഗ. ജീവിതത്തിൽ സങ്കടം, തൻ്റെ അച്ഛനോട് ആണോ കടപ്പാട്, തന്നെ രക്ഷിച്ച മണിബദ്ധൻ ബുദ്ധഗുപ്തനോടാണോ കടപ്പാട് അല്ലെങ്കിൽ സ്നേഹം കാണിക്കേണ്ടതെന്നുള്ള ഒരു വിഷമം, തൻ്റെ പ്രേമമൊക്കെ നിരസിക്കുകയും തൻ്റെ ജീവിതം തന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നീക്കി വയ്ക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചമ്പയ്ക്ക് വേണമെങ്കിൽ ബുദ്ധഗുപ്തനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാം. പക്ഷേ ചമ്പ അത് ചെയ്തില്ല. അത് അച്ഛനെയും അമ്മയെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് പ്രേമത്തിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് തൻ്റെ കർമ്മത്തിനാണ്, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് ചമ്പ അച്ഛനെയും അമ്മനെയും ഓർത്തുകൊണ്ട് നമ്മുടെ ബുദ്ധഗുപ്തനെ നിരാശനാക്കി മടക്കി അയക്കുകയാണ്. नियमित रूप से आकाशदीप जलाकर प्रतीक्षा करती रही. उसकी मृत्यु के कुछ समय तक चंपा द्वीप के निवासी उसकी स्मृति में दीप जलाते और उत्सव विधि संपन्न करते रहे. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അതുവരെ ചമ്പ അവിടെ ദീപം കത്തിച്ച് അച്ഛനോടുള്ള ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാണിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടുത്തെ നിവാസികൾ, ആ പ്രദേശത്തെ ജനസമൂഹം അത് കാത്തു സൂക്ഷിച്ചു, അവിടെ വിളക്ക് കത്തിക്കും. അന്തമേ കാൽ കി ഖടവർ ഹാത്തോനെ ഉസ് സ്തംഭ് കോ ഭി ദരാശാഹി കർ ഉസെ ഇതിഹാസ് കി പന്നോ കി വസ്തു ബനാ ദിയ. അങ്ങനെ അതും കാലൻ്റെ സമയം മാറുന്നത് കാരണം കാലം മാറും അല്ലേ, അപ്പോൾ അതും ഒരു ചരിത്രമായിട്ട് മാറി. ഒരുപാട് കാലത്തിന് ശേഷം അത് പിന്നെ ഒരു ചരിത്രം, ഒരു സാങ്കല്പിക കഥയായിട്ട്, കാൽപ്പനിക കഥയായിട്ട് മാറുകയാണ്, ഒരു ചരിത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസും കൂടിയും ഇതിന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചമ്പ ക്യോം ബന്ദി ബനായി ഗയി. ചമ്പ എങ്ങനെയാണ് ബന്ദിയായത്? ഉത്തരം ആൻസർ നമുക്ക് നോക്കാം. पिता की मृत्यु हो जाने के बाद चंबा अकेली रह गई. निराश्रित चंबा को मणिभद्र ने काम वासना का शिकार बनाना चाहा. चंबा ने इसका प्रतिरोध किया. इस पर मणिभद्र ने उसे बंदी बना लिया. അതായത് അച്ഛൻ്റെയും അമ്മൻ്റെയൊക്കെ മരണശേഷം അച്ഛൻ്റെ കൂടെയാണ് വ്യാപാരത്തിന് ഷിപ്പിൽ പോകാറ്. അപ്പോൾ ആ സമയത്ത് മണിഭദ്ര തൻ്റെ എന്താ പറയുക, മോശ രീതിയിൽ പെരുമാറുകയും മോശമായി കാണുകയൊക്കെ ചെയ്തപ്പോൾ അതിനെ എതിർത്തു. അതുകൊണ്ടാണ് അവർ മണിഭദ്ര ബന്ദിയാക്കിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പ की नाव कैसे बंधन मुक्त हो गई थी? ചമ്പയുടെ ഷിപ്പിൽ നിന്ന് എങ്ങനെയാണ് ആ ബന്ധനത്തിൽ നിന്ന് എങ്ങനെയാണ് മോചിതരായത്? ബുദ്ധഗുപ്ത ഒരു ചമ്പാനെ ആപ്പസ് മേ അപ്പനെ ബന്ധൻ കാട്ട് ലിയെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കെട്ടിയിട്ട കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറുത്തിട്ടും ഒക്കെ മാറ്റി. ചമ്പാനെ ലുഡക്കർ മഹാനാവികയ്ക്ക് ഖട്ടാർ കീഞ്ചലി. അപ്പോൾ ആ ഷിപ്പിനകത്തുണ്ടായിരുന്ന ഒരു നാവികൻ്റെ കടാരം മോഷ്ടിക്കുകയും സവേര ഹോനെ പർ മഹാനാവികനെ ഉനെ ഫിർ ബന്ദി ബനാന ചാഹ. രാത്രിയാണ് സംഭവിക്കുന്നത്, പകലായപ്പോൾ അവർ മോചിതരായത്
നാവിക കാണുകയും വീണ്ടും അവരെ കെട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബുദ്ധഗുപ്ത ഒരു മഹാനാവിക മെ ദ്വന്ദ് ഹുവ. അങ്ങനെ ബുദ്ധഗുപ്തും അവിടുത്തെ ആ ഷിപ്പിലെ നാവികരുമായിട്ട് മണിഭദ്രയ്ക്കായിട്ട് യുദ്ധം നടക്കുകയും മണിഭദ്ര പെഹ്ലെ ഹി മാറാ ജാ ചുക. മണിഭദ്ര നേരത്തെ തന്നെ മരണപ്പെടുകയും മഹാനാവിക ഹാർനെ പർ വരുണ കി ശബ്ദ ലേക്കർ ക്ഷമ യാചന കർ ലേത്താ ഹെ. പക്ഷേ മഹാനാവിക ആ ഷിപ്പിൻ്റെ നാവികനെ നമ്മുടെ ബുദ്ധഗുപ്ത് വധിക്കാതിരിക്കുകയും ക്ഷമ ചോദിച്ചത് കാരണം വധിച്ചില്ല. നാവ് ഇസ് പ്രകാർ ബന്ധൻ മുക്ത ഹോ ജാത്തി. അങ്ങനെയാണ് ഈ ഷിപ്പ് ബന്ധനത്തിൽ നിന്ന് മോചിതൻ അല്ലെങ്കിൽ മോചിതരാവുന്നത്, അല്ലെങ്കിൽ ഈ ഷിപ്പ് മോചിതനാവുന്നത്. അപ്പം എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥിനികളും ഇത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എല്ലാവർക്കും പ്രയാസമുള്ളതായിട്ട് തോന്നാം. നമുക്കിതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസും ലോങ് ക്വസ്റ്റ്യൻ അതുപോലെ അനോട്ടേഷൻസൊക്കെ വരുന്നേക്കാം. അപ്പോൾ ഈ ഒരു സമ്മറി അറിഞ്ഞിരുന്നാൽ നമുക്ക് എങ്ങനെയും ആൻസർ എഴുതാം. ഓക്കെ, താങ്ക് യു.